നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇൻ്റർനെറ്റിലെ കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നല്ല രണ്ടല്ല 6 ട്രിക്കുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും ഈസി ആവും. ഒന്നാമത്തേന്ന് പറയുന്നത് security.org പാസ്വേഡ് ചെക്കർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും അത് ഹാക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്തെടുക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ സബ്മിറ്റ് ബട്ടണോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. റാൻഡമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 4 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കാണിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറിന് ഇതിനെ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം എൻ്റെ ഒറിജിനൽ പാസ്വേഡ് അടിച്ച സമയത്ത് 4 വർഷം 40 വർഷം 1 മില്യൺ വർഷം 1 ട്രില്യൺ വർഷം എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മാറ്റണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വല്ലവന്മാരും കൊണ്ടുപോകും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി PDF ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ PDF നമുക്ക് ഒരിടത്ത് അയച്ചു കൊടുക്കേണ്ടി വരും. അസൈൻമെൻറ്റ്സ് ആവട്ടെ, നിങ്ങളുടെ ക്ലാസ്സിലെ പ്രോജക്റ്റ് ആവട്ടെ, എല്ലാം ഇപ്പോൾ PDF-ലാണല്ലോ. എന്നാൽ ഈ ഒരു PDF-ന് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് PDF എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഓഫീസ് വർക്ക് ചെയ്യുന്നവരായാലും പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരായാലും പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഒരു ആപ്പ് ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, PDF എലമെൻറ്റ്. അതായത് വണ്ടർഷെയറിൻ്റെയാണ് ഈ PDF എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ PDF-കൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്യാനൊക്കെ സാധിക്കും. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫോണിൻ്റെ അകത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ടാബ്ലറ്റിൻ്റെ അകത്തും നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തും ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. PDF എഡിറ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ആ PDF-ൻ്റെ അകത്ത് നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ ചെറിയ സ്റ്റിക്കി നോട്ട് അവിടെ എവിടെയായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു വേർഡ് ഉണ്ട്, ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ടിൽ അതിൻ്റെ തൊട്ട് മേളിലായിട്ട് എഴുതി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പല ഫീച്ചേഴ്സ് ഉണ്ട്. പഠിക്കുന്ന പിള്ളേർക്കും ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി സാധനമാണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഫോണിലും അതുപോലെ തന്നെ ഐപാഡിലൊക്കെ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. ഇപ്പോൾ വേറെ കുറേ കമ്പനികളുടെയൊക്കെ ഇതേപോലെയുള്ള PDF ടൂളുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നല്ല പൈസയാവും. അത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡും ആണ്. ഇത് 1 ടൈം പർച്ചേസിൽ നിങ്ങൾക്ക് കാര്യം നടക്കും. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്ന ടൂൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF-നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. PDF-നെ കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റും ഇമേജസും കാര്യങ്ങളും എല്ലാം എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് നിങ്ങൾക്ക് ഒരു PDF-നെ വേർഡിലേക്കോ എക്സലിലേക്കോ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലോ ഒക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തത് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് കൺട്രോൾ F അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു സിംഗിൾ വേർഡ്. പക്ഷേ അത് ഇമേജസിൽ പറ്റൂല. അങ്ങനെ ഇമേജസിനെ നിങ്ങൾക്ക് സെർച്ചബിളും എഡിറ്റബിളും ആയിട്ടുള്ള ഒരു ഫയലിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് 1 2 അല്ലെങ്കിൽ 1 അതിൽ കൂടുതലോ PDF-നെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കിട്ടുന്നത് ബാച്ച് പ്രോസസ്സ്. ബാച്ച് പ്രോസസ്സിൻ്റെ അകത്ത് കുറേ അൾട്ടിമേറ്റ് സാധനങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ PDF ഉണ്ട്, അത് മൊത്തം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ PDF-ൻ്റെയും ഹെഡറും ഫൂട്ടറും ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്പേഴ്സ് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി പോളിസി നിങ്ങളുടെ എല്ലാ PDF നിങ്ങൾ കൊടുക്കുന്നത്, ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു അതിനകത്ത് ഒരു സെക്യൂരിറ്റി പോളിസി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എംബഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഡേറ്റ മൊത്തത്തിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലാങ്ക് പേജുകൾ, ചില PDF നിങ്ങൾ വായിച്ചു നോക്കുന്ന അറിയാൻ പറ്റും, അവസാനം ഒരു ബ്ലാങ്ക് പേജ് കാണും. അങ്ങനെയുള്ള ബ്ലാങ്ക് പേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനും പറ്റും ഈസി ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് ബാച്ച് വാട്ടർമാർക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ കയ്യിലൊരു 10 PDF ഉണ്ട്, ആ 10 PDF-ന് നിങ്ങളുടെ വാട്ടർമാർക്ക് ആഡ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും. ഒരു 1 സ്റ്റോപ്പാണ്, എല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ PDF-നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമാണ് വണ്ടർഷെയറിൻ്റെ PDF എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്രദമാവും. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്കാണ്. വീഡിയോ ഗ്ലാൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾ പഠിക്കുന്ന വീഡിയോസൊക്കെ കാണൂലേ, അതായത് ഈ നോട്ട്സ് എഴുതി കാണിക്കുന്ന 1 മണിക്കൂർ 2 മണിക്കൂറുള്ള പഠിക്കുന്ന വീഡിയോസ്. ഈ സാധനത്തിന് നിങ്ങൾക്ക് ആ നോട്ട്സിനെ മൊത്തത്തിൽ ഒരു PDF ആക്കാൻ പറ്റും. അതായത് 1 മണിക്കൂറുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയലിനെ നിങ്ങൾക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നെറ്റും ലാഭിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ നീക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ സാറിൻ്റെ ചളുവടിയും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് PDF ആയിട്ട് സാധനം കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്റ്റഡി മെറ്റീരിയലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഈ വെബ്സൈറ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൺവേർട്ട് കൊടുക്കുക. കുറച്ച് സമയം എടുക്കും നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച്. പക്ഷേ ഫൈനലി നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടും. നിങ്ങളുടെ ആ വീഡിയോ മൊത്തം ഇങ്ങനെ ഒരു PDF ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അടിപൊളിയാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ ക്രയോൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വരയ്ക്കുന്ന ക്രയോൺ അല്ല. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. പൂച്ചയും മരപ്പെട്ടിയും
ഇതിൻ്റെ ഒരു സാധനം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂച്ച മരപ്പട്ടിയുടെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അടിച്ചു കൊടുത്തോ. ഓക്കെ, ട്രീ ഡോഗാ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെർച്ച് ചെയ്ത് അതിൻ്റെ ഇമേജസ് കൊണ്ടുതരും. ഒരു കിടിലം വെബ്സൈറ്റാണ്. ലൈക്ക് ഇത് എങ്ങനെ വർക്കാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ഫോട്ടോ ഇത് കൊണ്ടു തരാനായിട്ട് ഇതിന് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫണ്ണായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. ബട്ട് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു നോട്ട് എടുക്കണം, പക്ഷേ ഗൂഗിൾ കീപ്പ് ഇത് നോട്ട് പാഡ് ഇതെല്ലാം കണ്ട് മടുത്ത് ഒരു ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ lightride.net എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോവുക, അതിനകത്ത് എഴുതി പറക്കി വയ്ക്കുക, കാര്യം തീർന്നു. പെട്ടെന്നുള്ളൊരു ട്രിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ഈ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഭാവിയിലൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആവും. നിങ്ങളുടെ കഥ, എഴുത്ത് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിക്കിപീഡിയ, ഫോണുകാർക്കാണ്, ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ക്രോമിൽ കൂടി കയറിയിട്ട് വിക്കിപീഡിയയിൽ ബ്രൗസ് ചെയ്യുകയാണെന്ന് കരുതാം. വിക്കിപീഡിയയിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. അതിനകത്ത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിരിക്കും. നിങ്ങളങ്ങ് വായിച്ച് തീരാനും വായിച്ചെടുക്കാനും കുറേ സമയമെടുക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ചേർത്തുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും എല്ലാം കൂടി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പേജിൻ്റെ URL പോവുക. അതിനകത്ത് EN എന്ന് പറഞ്ഞ് കാണിക്കും. ആ EN മാറ്റിയിട്ട് സിമ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഗോ കൊടുത്താൽ മതി, അല്ലെങ്കിൽ സെർച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹിപ്പോപ്പൊട്ടാമസ് സെർച്ച് ചെയ്ത് വലിയ സെർച്ച് റിസൾട്ടിനെ നിങ്ങൾക്ക് സിമ്പിളാക്കി ഒരൊറ്റ പേജിൽ നിങ്ങൾക്ക് കൊണ്ടുതരും. അതിനകത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് മൊത്തം കാണുന്നത്. അത് മാത്രം വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ 6 ട്രിക്കുകൾ എന്ന് പറയുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണോ ഡിസ്ക്രിപ്ഷനിൽ പറയാവുന്നതാണ്. ചുമ്മാ കേട്ടോ. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ, അടുത്തൊരു ആപ്പ് സീരീസിൽ, അടുത്തൊരു ഗെയിം സീരീസിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാഷ്വൽ ഗെയിംസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കിടിലം ആപ്ലിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രൈ ഇറ്റ് ഔട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.